വരാൻ വേണ്ടി വിളിച്ചു ചോദിച്ചിനെ. അപ്പൊ ഇന്നലെ കന്യാകുമാരി വരെയുള്ള ആള് കന്യാകുമാരി ഒരാൾ വിളിച്ചു ചോദിച്ചിനെ. അപ്പൊ ആരെങ്കിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വരണം. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, നമുക്ക് ഏതായാലും മൈക്ക് ഇവിടെ വെച്ചെടുക്കാം. പിന്നെ കുറച്ച് മുകളിലോട്ട് ഒരു 5 കിലോമീറ്റർ മുകളിലോട്ട് പോയി പിന്നെ ആറളം ഫാമായി. അപ്പോൾ ആറളം ഫാമിൽ നിന്ന് നല്ല കാട്ടാനെല്ലാം ഇറങ്ങലുണ്ട് കേട്ടോ. കാട്ടാനെല്ലാം ഇറങ്ങി ഇതിലേ വന്നിട്ട് അങ്ങനെ ഒരാൾ കുടയെല്ലാം എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുഴയിലെത്തിട്ട് അപ്പോൾ അന്നത്തേനാക്കാണ് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പുഴയിൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം പുഴയിൽ വെച്ചിട്ട് ഒരു റീൽസ് ചെയ്തിനേനു, ഒരു വെള്ളത്തിൽ നിന്നുള്ള. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതേടിയ സ്ഥലം. കമൻറ്റും ചോദിച്ചു, അതുപോലെ നേരിട്ട് ഫോൺ വിളിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കമൻറ്റിന് കുറേ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്, കുറേ റീപ്ലൈ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരേ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ആ സ്ഥലവും ആ ലൊക്കേഷനും ഒന്ന് നിങ്ങൾ കൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാട്ടോ. ഇത് സ്ഥലം വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ നാട്ടിലെ പുഴ തന്നെയാണ്. നമ്മളെ പറമ്പിൻ്റെ അതിൽ തന്നെ പുഴയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പറമ്പത്തായി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിനി പുഴക്കേക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾ ആടെ വെച്ചിട്ട് കേട്ടോ. ഇത് കണ്ട മീനിനെ പിടിക്കാൻ വേണ്ടി ക്യാനെല്ലാം വെച്ചാണ് നമ്മളെ പറമ്പത്ത് അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു കുറേ ആൾക്കാർ പുഴക്കേക്കെല്ലാം യൂസ് ചെയ്യുന്നൊരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വഴി വ്യക്തമായിട്ട് കാണുന്നത്. പറമ്പ് വഴിയാക്കിയാണ്, പൊതുവഴിയല്ല. നമ്മൾ പറമ്പത്തേക്ക് കൂടി ഇങ്ങനെ പോകുന്നതാണ്. ഇത് കണ്ട വട്ടത്തോണിയെല്ലാം വെച്ചിട്ടുണ്ടാ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഷട്ടർ ഇട്ടാൽ മാത്രമേ ഈ തോണി ഇറക്കും കേട്ടോ. അന്നേരം വെള്ളം ഉണ്ടാവും, നല്ല അടിപൊളിയായിട്ട് വലയിട്ടിട്ട് മീനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അന്നേരത്താണ് ഇത് പുഴയിൽ ഇറക്കുക. അപ്പോൾ അതിവിടെ കയറ്റി വെച്ചിട്ടുള്ള കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇത് തന്നെയാണ് പുഴ കേട്ടോ. ഇതാ അപ്പോൾ ഇത് പറമ്പാണ്, പറമ്പിൻ്റെ സൈഡ് തന്നെ പുഴയാണ്. അപ്പോൾ നമുക്കിനി പുഴയിലേക്ക് ഇറങ്ങാം. ഇതാണ് ശരിക്കുള്ള വഴി, ഒരു ഇടവഴി. അപ്പൊ ഇതിലെ വരാൻ കഴിയില്ലായിട്ട് ആൾക്കാരെല്ലാം ഷോർട്ട് വഴി ഇങ്ങനെ നമ്മളെ പറമ്പത്തേക്ക് കൂടി വരുന്നതാണ്. അപ്പൊ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങി കേട്ടാ. നല്ല സുഖാട്ടാ, നല്ല തണുപ്പാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂടാവും. ഇതേണ്ട പറമ്പിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടി പൈപ്പെല്ലാം മോട്ടറെല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ ഇതാ ഒരാൾ കുടയെല്ലാം എടുത്ത് വന്നിട്ടുണ്ട് കേട്ടാ. നമ്മൾ പുഴയിലെത്തിട്ട് അപ്പോൾ അന്നത്തേനാക്കാണ് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പുഴയിൽ. അപ്പോൾ ഇപ്പം നല്ല വെയിലാട്ടാ, നല്ല ചൂട്. ഏകദേശം വൈകുന്നേരമായി. അതായത് നമുക്ക് രാവിലെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ ഫുൾ ആളായിരിക്കും കേട്ടോ, കുളിക്കാനും അലക്കാനൊക്കെ വന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ സമയത്തേ വരാൻ പറ്റും. ഈ സമയത്താണ് മുടിഞ്ഞ ചൂടുമാണ്. ഏതാ കുടയിലെടുത്ത് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് അന്ന് നമ്മൾ കെട്ടിക്കൊടുത്ത ഒരു ബണ്ടായത്, അതിൽ ഏകദേശം വെള്ളം കുറഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾ അന്നിവിടെ അന്ന് വെച്ച കല്ല ഇത്. ഇതെല്ലാം വെള്ളം ഇനിയും വെള്ളം നല്ലോണം കുറയും. ഒരു ചിലപ്പോൾ നൂല് പോലെയല്ലാവും, പക്ഷെ നല്ല ക്ലിയർ വെള്ളമായിരിക്കും. കുറേ പേര് ഇവിടെ വരാൻ വേണ്ടി വിളിച്ചു ചോദിച്ചിനെ. അപ്പൊ ഇന്നലെ കന്യാകുമാരി വരെയുള്ള ആള് കന്യാകുമാരി ഒരാൾ വിളിച്ചു ചോദിച്ചിനെ. അപ്പൊ ആരെങ്കിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വരണം. മഴക്കാലമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളത്തിന് ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നല്ല ഒഴുക്കായിരിക്കും. ചളിയല്ല, ഇതുപോലെ കളിക്കാൻ പറ്റൂല. വെള്ളം കൂടിക്കഴിഞ്ഞാല് ഇങ്ങനെ കളിക്കാൻ പറ്റൂല. പക്ഷെ ഏത് മഴക്കാലമായാലും നമ്മളവിടെ സ്ഥിരം അലക്കാനും കുളിക്കാനും വരുന്ന കുറേ പേരുണ്ട്. സ്ഥിരം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം. ഇത് നമ്മളെ സ്വന്തം നാടാട്ടാ. ഇത് നമ്മൾ വരുന്ന ഇപ്പോൾ നമ്മളെ പായം പഞ്ചായത്ത് എന്ന് പറയും. നമ്മളെ സ്വന്തം ഇരിട്ടി പായം പഞ്ചായത്താട്ടോ ഞാനിപ്പോൾ ഉള്ളത്. തൊട്ട് അക്കരെ വരുന്നത് മുഴക്കുന്ന് പഞ്ചായത്താണ് കേട്ടോ. അപ്പോൾ മഴക്കാലം പോയി വേനൽക്കാലം വന്നാൽ നമ്മൾ ഇതുവഴിയാന്ന് കടന്നിട്ട് അടുത്ത നമ്മുടെ പട്ടണമായി ഇരിട്ടിക്കാലം പോക്കേ. നമ്മൾ ചെറിയ പ്രായത്തിലല്ലോ. അപ്പോൾ ഇവിടുന്ന് നേരെ കടന്നു കയറിയാൽ നമുക്ക് ഇരിട്ടി പേരാവൂർ റൂട്ടിലെ മയിലാടുംപാറ അല്ലെ ഉവ്വാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പോൾ ഇതുവഴിയാന്ന് അധികമാളും നല്ല കൂടുതലാണ്. ഇതിലെ കൂടി തന്നെയാണ് പോക്ക് വരവ്. അങ്ങനെ നല്ലൊരു രസം കൂടിയാണ് വൈകുന്നേരം ഇങ്ങനെ വരാൻ. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തതിന് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വലിയ സൗണ്ടൊന്നുമില്ല. ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ഏതായാലും മൈക്ക് ഇവിടെ വെച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സൗണ്ട്. നല്ല വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം സൗണ്ട് ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ നല്ല സുഖമായിട്ട് ചെറുതായിട്ട് ശാന്തമായി ഒഴുകുന്നതുകൊണ്ട് ഇത്ര സൗണ്ടേ ഉള്ളൂ.
പിന്നെ ഇതാ കുറച്ച് മുകളിലേക്ക് പോയാൽ ഒരു 15 കിലോമീറ്റർ പോയാൽ നമ്മളെ കൊട്ടിയൂർ പുഴയായി കേട്ടോ. ഇത് കൊട്ടിയൂർ പുഴയാണ്. അപ്പോൾ ഇത് കൊട്ടിയൂർ പുഴ ഇങ്ങനെ ഒഴുകി നമ്മളെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് വേറൊരു പുഴയുണ്ട്, കർണാടകത്തിൽ നിന്ന് വരുന്നത്, കൊടകുന്ന് മറ്റേ കുട്ടുപുഴ വഴി വരുന്നൊരു പുഴയുണ്ട്, കൊടകുന്ന് ഉത്ഭവിക്കുന്നത്. ആ പുഴയായിട്ട് സംഗമിച്ചിട്ടാണ് അവിടുന്ന് ഇരിട്ടി പാലം വഴി അങ്ങ് വളവട്ടണം പുഴക്കേക്കാണ് ഈ പുഴ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരിട്ടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ 2 പുഴ വരുന്ന ശരിക്കും അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ഈ പുഴയും ഒന്ന് കർണാടകത്തിൽ നിന്ന് വരുന്ന പുഴയാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കല്ലാണ്, ഒറ്റപ്പൊടി ചളിയില്ല കേട്ടോ, ഫുള്ള് കല്ലാണ്. ഈ കുഞ്ഞു കുഞ്ഞു കല്ലും നല്ല ഇങ്ങനെ തെളിഞ്ഞ് ഒഴുകുന്നതുകൊണ്ട് നല്ലൊരു എന്താ പറയണ്ടേ, നമ്മളിപ്പോ കളിക്കുമ്പോ അധികം കലങ്ങൂല. കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ, വെള്ളത്തിൽ നിറച്ചു. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വെള്ളത്തിൽ നമ്മളെ കാലും ഇങ്ങനെ വന്ന് ഇട്ടിയാക്കും. ഇങ്ങോട്ട് ഫുള്ള് ചളിയില്ല കേട്ടോ, ഫുള്ള് കല്ലാണ്. അങ്ങ് അവിടെ കുറച്ച് കുഴിയുണ്ട്, അതുപോലെ തന്നെ അങ്ങ് കുറച്ച് ചളിയുണ്ട്. അപ്പോൾ രാവിലെയും വൈകുന്നേരമല്ലേ ഇവിടെ അലക്കാനും കുളിക്കാനും ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ അവരെല്ലാം പരിപാടിയാണ് ഇതാ നമ്മൾ അന്ന് കെട്ടിയ പോലത്തെ ഇങ്ങനെ ബണ്ട് കെട്ടി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കുളമാക്കിതാ അവിടെയെല്ലാം കണ്ട ഒരുപാടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ അലക്കും, അന്നേരം കുട്ടികൾ വെള്ളത്തിൽ കളിക്കും. നമുക്കെല്ലാം ഈ പുഴയുടെ മുക്കും മൂലയും ഇതിൻ്റെ നാഡീ ഞരമ്പുകളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ആഴങ്ങൾ എവിടെയുണ്ടോ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഈ പുഴയിൽ കളിച്ച് വളർന്നവരാണ്. ചെറിയ പ്രായം തൊട്ട് ഇതാ ഇവളാക്കാണ് ചെറിയ പ്രായത്തിൽ മുതൽ നമ്മൾ പുഴക്കുന്ന് നീന്തി കളിക്കാൻ തുടങ്ങിയതാണ്. ഇവിടുന്ന് കുറേ ദൂരം വരെ ഇതേപോലെ ആട്ടാ, അധികം ആഴമൊന്നുമില്ല വെള്ളം. അവിടെ നമുക്ക് കുട്ടികളെല്ലാം കളിക്കാൻ വിടാനും എല്ലാം ധൈര്യമായിട്ട് വിടാം. അലക്കുമ്പോൾ ഒന്നും അമ്മമാർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾ മുങ്ങിപ്പോകുന്നോ അങ്ങനെയൊന്നും പേടിക്കണ്ട. തീരെ വെള്ളം കുറവാണ്, അതുകൊണ്ട് നല്ല രസമാണ് കുട്ടികൾക്ക് കളിക്കാൻ. വെക്കേഷനിൽ അടിച്ചു പൊളിക്കാൻ നല്ല സ്ഥലമാണ്. പിന്നെ കുറച്ച് മുകളിലോട്ട് ഒരു 5 കിലോമീറ്റർ മുകളിലോട്ട് പോയി പിന്നെ ആറളം ഫാമായി. അപ്പോൾ ആറളം ഫാമിൽ നിന്ന് നല്ല കാട്ടാനെല്ലാം ഇറങ്ങലുണ്ട് കേട്ടോ. കാട്ടാനെല്ലാം ഇറങ്ങി ഇതിലേ വന്നിട്ട് ഇപ്പോൾ നമ്മളെ പറമ്പത്തെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ വെള്ളവും ഒന്നും പ്രശ്നമല്ല, എത്ര വലിയ വെള്ളത്തിലും അവർ വരും ചാടിക്കടന്നിട്ട്. കണ്ടോ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെള്ളമാണ്. അതാ ഒരാളവിടെ പോത്തിനെ കാണാൻ പോയിട്ടുണ്ട്. ഇതുണ്ടോ പോത്തേഷ് കുമാറിൽ നല്ല ലാവിഷായിട്ട് നല്ല വെള്ളത്തിലിങ്ങനെ കിടന്ന് ഉരുളലാ. നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഇപ്പം നമ്മളുള്ളത് മുഴക്കുന്ന് പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പോൾ അപ്പുറമാണ് നമ്മളെ പായം പഞ്ചായത്ത് വരുന്നത്. അപ്പോൾ ഇപ്പം വെയിലായണ്ട കേട്ടോ, വെയിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പം നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. ഇത് ഈ പുഴ വഴി തന്നെ നേരെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ പോയാൽ നമ്മൾ ഇരിട്ടി പുഴ എത്തി കേട്ടോ. ഇരിട്ടി പാലത്തിൻ്റെ അടുത്ത് എത്തും ഈ പുഴ വഴി നേരെ. ബാക്കി നമുക്ക് വളഞ്ഞു പോകണമെങ്കിൽ ഒരു 3 കിലോമീറ്റർ പോകണം. കുറച്ചുകൂടി താഴോട്ട് പോയാൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഇരിട്ടി പാലല്ലോ. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സുഖം നോക്കിയേ. കേട്ടോ മൊത്തം കല്ലായതുകൊണ്ട് മറ്റവിടെ ചളി ഉണ്ടാവില്ല, അതുകൊണ്ട് നല്ല ക്ലിയർ വെള്ളമായിരിക്കും കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പുഴ കാണാൻ പറ്റൂല കേട്ടോ, അത്രക്കും ഭീകരമായ മുഖമായിരിക്കും. അപ്പുറത്തോട്ട് ചളിയുണ്ട്, ഇത് കല്ലാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭീകരമുഖം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഭീകരമുഖമാണ്. കാരണം വെച്ചാൽ നമ്മളെ കൊട്ടിയൂർ പുഴക്ക് നല്ല ഉരുൾപൊട്ടിയാലെല്ലാം ഈ പുഴ ഭയങ്കര ഭീകരമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ അത് ആ മരം കണ്ടോ, ആ മരത്തിന് കുറച്ച് താഴെ ഇട്ടതാ ഈ ലെവലിൽ വെള്ളം ഉണ്ടാവും. ഞാൻ ഈ ഡിസ്പ്ലേക്ക് കാണിക്കായിട്ട് ഇതാ ഇവിടെ ആ കിള കണ്ടോ, കിളക്ക് ഏകദേശം കുറേ മുകളിലോളം വെള്ളം ഉണ്ടാവും. ഈ സൈഡെല്ലാം അങ്ങനെ മഴക്കാലത്ത് അങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പോയതാണ്. പണ്ട് മുതലേ നമ്മൾ ഈ പുഴയെല്ലാം ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്ക് ഈ പുഴയെ പറ്റി വലിയ ഇതൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് അതിൻ്റെ അത് കമൻറ്റെല്ലാം കാണുമ്പോൾ നമ്മൾ വെച്ച് നമ്മൾ സ്വർഗ്ഗത്തിലാണോ ജീവിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് പൈപ്പിൽ വെള്ളം വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓരോരാളിങ്ങനെ പറയുമ്പോൾ. പോത്ത് എണീറ്റിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടാവും കുറേ സമയമായി. അപ്പം നമ്മൾ വെക്കേഷനെല്ലാം ആയി കഴിയുമ്പോൾ കുറേ ദൂരമുള്ള സ്ഥലത്തെല്ലാം നമ്മൾ പോകും. പക്ഷെ ശരിക്കും നമ്മളെ അടുത്തുള്ള പുഴകളൊന്നും നമ്മൾ ആസ്വദിക്കാറേ ഇല്ല. ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മളെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ അടിപൊളിയാണ്.
ശരിക്കും നമുക്ക് ഒരു ദിവസം വൈകുന്നേരം എല്ലാം ആകുമ്പോൾ കുട്ടികളെയും കൊണ്ടെല്ലാം വന്നിട്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ദൂരെ എവിടെയായാലും ശരിക്കും ഒരു ട്രിപ്പ് പോയതിൻ്റെ ഒരു ഫീൽ കിട്ടും നമുക്ക്. സമയം പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുഴയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് സ്ഥലം എവിടെയാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തതാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലൊക്കേഷൻ നമ്മുടെ ഈ സ്ഥലങ്ങൾ ഇങ്ങോട്ടായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അല്ലേ ഒരു അറിവായിക്കോട്ടെ എന്ന് കരുതി നമ്മുടെ നാടും നമ്മുടെ പുഴയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ടാറ്റാ ബൈ.